ഹലോ ഓൾ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന പേപ്പറിൽ 4 മൊഡ്യൂളുകളിൽ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇത് മൊഡ്യൂൾ 1ൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ മെയിൻ ജോബ്സ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നൊരു ഏരിയയും അതേപോലെ ദ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സസ് ദാറ്റ് അഫക്ട്സ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നൊരു ഏരിയയാണ്. അപ്പോൾ ഈ 2 ഏരിയകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എന്ത്, വാട്ട് യു മീൻ ബൈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നുള്ളത് ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഈസ് സിംപ്ലി വാട്ട് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് മാനേജിങ് പീപ്പിൾ ഇൻ ഓർഗനൈസേഷൻ. അപ്പം അതിൽ നമ്മൾ കുറേ ഫങ്ഷൻസ് ഓഫ് HRM നമ്മൾ ഡിസ്കസ് ചെയ്തു. മാനേജീരിയൽ ഫങ്ഷൻസും ഉണ്ട്, ഓപ്പറേഷണൽ ഫങ്ഷൻസും ഉണ്ട്. അപ്പം പ്രധാനമായിട്ടുള്ളൊരു HR ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ ഫങ്ഷൻസ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ട്രെയിനിങ്, ഡെവലപ്മെൻറ്റ്, റിവാർഡിങ് എംപ്ലോയീസ്, ദാറ്റ് മീൻസ് പെർഫോമൻസ് അപ്രൈസലും കോമ്പൻസേഷൻ മാനേജ്മെൻറ്റും. ഇതൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഏരിയാസ് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ 1ൻ്റെ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന ഏരിയ ദ മേജർ ജോബ് റോൾസ് ഇൻ HRM. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഏരിയയിൽ പ്രധാനമായിട്ടും നമ്മൾക്ക് കാണാൻ പറ്റുന്ന ജോബ് റോൾസ് ഏതൊക്കെയാണ്, ജോലി സാധ്യതകൾ ഏതൊക്കെയാണ്. അപ്പോൾ അതിൽ ഒന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് HR മാനേജർ എന്നുള്ളതൊരു ജോബ് റോളാണ്. ടാലൻറ്റ് അക്വിസിഷൻ സ്പെഷ്യലിസ്റ്റ് എന്നുള്ളതൊരു ജോബ് റോളാണ്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫീസർ, കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ്സ് മാനേജർ, എംപ്ലോയി റിലേഷൻസ് മാനേജർ അല്ലെങ്കിൽ ഓഫീസർ, HR അനലിസ്റ്റ്. സോ ഇതെല്ലാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഡിസിപ്ലിനിൽ പ്രധാനമായിട്ടും വരുന്ന ജോബ് റോൾസ് ആണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഡീറ്റെയിൽ ഓഫ് ഓൾ ദീസ് ജോബ് റോൾസ്. ഓരോ ജോബ് റോൾസിൻ്റെയും പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ആദ്യം നമ്മൾ HR മാനേജറിൻ്റെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് ദ മെയിൻ റെസ്പോൺസിബിലിറ്റി ഓഫ് എൻ HR മാനേജർ? നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മാനേജിങ് പീപ്പിൾ ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് മെനി ടാസ്ക്. ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് ഉണ്ട്, മാനേജീരിയൽ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ HR മാനേജർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓവറോൾ എല്ലാ ആക്ടിവിറ്റീസും ഓവർസീ ചെയ്യുന്ന അല്ലെങ്കിൽ നോക്കിക്കാണുന്ന ഒരു മെയിൻ കീ പോസ്റ്റായിട്ടാണ്. സോ HR മാനേജറിൻ്റെ ജോലി അത് തന്നെയാണ്. എന്താണ്? ഓവർസീയിങ് ദി HR ഡിപ്പാർട്ട്മെൻറ്റ് ഓപ്പറേഷൻസ്. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ ഫങ്ഷൻസും പ്രോപ്പറായിട്ട് പോവുകയല്ലേ എന്ന് ഓവർസീ ചെയ്യുന്ന, മൊത്തത്തിൽ നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കീ റോൾ ആൻഡ് കീ റെസ്പോൺസിബിലിറ്റി HR മാനേജറിൻ്റേതാണ്. പിന്നെ എന്താണ്? ഇംപ്ലിമെൻറ്റിംഗ് പോളിസീസ്. എന്താണ് പോളിസീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പോളിസീസ് എ പ്ലാൻ. പോളിസീസ് എ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് നമ്മുടെ തൊഴിലാളികളെ മൊത്തത്തിൽ മാനേജ് ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ട ടോപ്പ് ഡിസിഷൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫ്രെയിം ചെയ്യുന്നത്, റൂൾസ്, റെഗുലേഷൻസ്, പ്രൊസീജിയേഴ്സ്, ഇതൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ജോലിയും അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ആളും ആരാണ്? HR മാനേജർ ആണ്. പിന്നെ എന്താണ്? മാനേജിങ് എംപ്ലോയി റിലേഷൻസ്, കോർഡിനേറ്റിംഗ് വിത്ത് ടോപ്പ് മാനേജ്മെൻറ്റ്. നമുക്കറിയാം ഒരു ഫേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HR മാത്രമായിരിക്കില്ല, ഫിനാൻസ് ഉണ്ടാവും, മാർക്കറ്റിംഗ് ഉണ്ടാവും. അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഹെഡായിരിക്കും ചിലപ്പോൾ ആ കമ്പനിയുടെ CEO അല്ലെങ്കിൽ C-ലെവൽ ഡ്യൂട്ടീസ് വഹിക്കുന്ന ഈ പറയുന്ന ഓഫീസേഴ്സ്. അപ്പോൾ ആ ടോപ്പ് മാനേജ്മെൻറ്റിന് കൃത്യമായിട്ട് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്ന ഒരു കോർഡിനേറ്റിംഗ് ചെയിനാണ് ആര്? HR മാനേജർ. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന മറ്റുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഡയറക്റ്റായിട്ട് ടോപ്പ് മാനേജ്മെൻറ്റുമായിട്ട് കണക്ഷൻ ഉണ്ടാവില്ല. ഈ HR മാനേജർ ആയിരിക്കും HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സകലതും ടോപ്പ് മാനേജ്മെൻറ്റുമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും HR മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നത്. ഇനി ടാലൻറ്റ് അക്വിസിഷൻ സ്പെഷ്യലിസ്റ്റ്. ഒരു HR മാനേജർ ഈ പറയുന്ന പോലെ ഇൻ്റർവ്യൂവിനും അതേപോലെ റിക്രൂട്ട്മെൻറ്റിനും ഒക്കെ റോൾ ഉണ്ടെങ്കിൽ പോലും എക്സ്ക്ലൂസീവ്ലി ആ റോള് HR മാനേജർ നൽകിയിരിക്കുന്നത് ഈ ടാലൻറ്റ് അക്വിസിഷൻ സ്പെഷ്യലിസ്റ്റിനാണ്. നല്ല നല്ല കഴിവുള്ള ജോബ് സീക്കേഴ്സിനെ അക്വയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ടാലൻറ്റ് അക്വിസിഷൻ സ്പെഷ്യലിസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. അപ്പോൾ അതിലൊന്നാമത്തേതാണ് ജോബ് പോസ്റ്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ളത്. പിന്നെ സ്ക്രീനിങ് റെസ്യൂംസ്, ഇൻ്റർവ്യൂയിങ് കാൻഡിഡേറ്റ്സ്, കോർഡിനേറ്റിംഗ് ഓൺ ബോർഡിംഗ് പ്രോസസ്സ്. അപ്പോൾ എന്താണ് ഈ ടാലൻറ്റ് അക്വിസിഷൻ സ്പെഷ്യലിസ്റ്റ് പ്രധാനമായിട്ടും ചെയ്യുന്നത്? ഒരു ഫേമിൽ ജോബ് ഒഴിവുകളുണ്ടെങ്കിൽ
ആ ഒഴിവുകൾ കൃത്യമായിട്ട് ജോബിൻ്റെ ഒഴിവുകൾ കൃത്യമായിട്ട് അഡ്വർടൈസ് ചെയ്ത് റിക്രൂട്ട്മെൻറ്റിന് വേണ്ട പരിപാടികൾ സാധിച്ച് റെഡിയാക്കി വെക്കും. അപ്പോൾ ജോബ് പോസ്റ്റിംഗ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അഡ്വർടൈസ് ചെയ്യുമ്പോഴാണ് ആൾക്കാർക്ക് ഈ കമ്പനിയിൽ ഒഴിവുണ്ടോ എന്നുള്ളത് അറിയാനും ആ കമ്പനിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാനും സാധിക്കുകയുള്ളൂ. സോ ആ ഒരു പ്രോസസ്സ്, ഒഴിവുണ്ടോയെന്ന് മനസ്സിലാക്കി ആ ഒഴിവ് അഡ്വർടൈസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലി ടാലൻറ്റ് അക്വിസിഷൻ സ്പെഷ്യലിസ്റ്റിൻ്റേതാണ്. അപ്പം നിരവധി ആൾക്കാർ, ജോബ് സീക്കേഴ്സ് ഈ പറയുന്ന റെസ്യൂംസ് ഒക്കെ അയക്കും. ആ റെസ്യൂംസ് സ്ക്രീൻ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഇൻ്റർവ്യൂ പ്രോസസ്സിലേക്ക് ചിലപ്പോൾ കടത്തിവിടാൻ സാധിക്കില്ല. അതൊരു ലോങ് പ്രോസസ്സായിരിക്കും. സോ ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് കിട്ടുന്ന റെസ്യൂംസ് സ്ക്രീൻ ചെയ്ത് അതിലെ നല്ല കാൻഡിഡേറ്റ്സ് ആണെന്ന് തോന്നുന്ന ആൾക്കാരെ സ്ക്രീൻ ചെയ്ത് ഇൻ്റർവ്യൂ പ്രോസസ്സിലേക്ക് കടത്തിവിടുന്ന ഒരു പ്രധാനപ്പെട്ട ജോലിയും ടാലൻറ്റ് അക്വിസിഷൻ സ്പെഷ്യലിസ്റ്റാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ കാൻഡിഡേറ്റ്സിനെ സ്ക്രീനിങ് പാസ്സായവരെ എന്ത് ചെയ്യുന്നു, ഇൻ്റർവ്യൂ ചെയ്യുന്നു. പ്രോപ്പറായിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ട് അതിലെ ദ ബെസ്റ്റിനെ ജോലിയിലേക്ക് എടുക്കുന്ന, ആ ടാലൻറ്റിനെ കൃത്യമായി കണ്ടെത്തി അതിനെ അക്വയർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ജോലി ടാലൻറ്റ് അക്വിസിഷൻ സ്പെഷ്യലിസ്റ്റാണ് ചെയ്യുന്നത്. അങ്ങനെ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിനെ അവരുടെ ഓൺ ബോർഡിംഗ് പ്രോസസ്സ് കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതും ഇവരുടെ ജോലിയാണ്. എന്താണ് ഈ ഓൺ ബോർഡിംഗ് പ്രോസസ്സ്? ഒരു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാൻഡിഡേറ്റിന് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊടുത്ത് ഇന്ന ദിവസം നിങ്ങൾ കമ്പനിയിൽ ജോയിൻ ചെയ്യണമെന്ന് അറിയിച്ച് ആ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന അന്ന് ആ പറയുന്ന കാൻഡിഡേറ്റിനെ കമ്പനി മൊത്തത്തിലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയും വർക്ക് എൻവയോൺമെൻറ്റ് പരിചിതമാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം, അല്ലെങ്കിൽ അവരെ പ്രോപ്പറായിട്ട് വെൽക്കം ചെയ്ത് ആ ജോലിയിലേക്കും ആ കമ്പനിയിലേക്കും സ്വാഗതം ചെയ്ത് അതിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓൺ ബോർഡിംഗ് പ്രോസസ്സ് എന്നുള്ളത്. അത് മൊത്തം കോർഡിനേറ്റ് ചെയ്യുന്നതും ടാലൻറ്റ് അക്വിസിഷൻ സ്പെഷ്യലിസ്റ്റാണ്. സോ ദീസ് ആർ ദ മെയിൻ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ടാലൻറ്റ് അക്വിസിഷൻ സ്പെഷ്യലിസ്റ്റ്. ഇനി പറയുന്നത് എന്താണ്? അങ്ങനെ ടാലൻറ്റ് അക്വിസിഷൻ സ്പെഷ്യലിസ്റ്റ് ഒരാളെ ജോലിക്കെടുത്ത് അയാളെ ഓൺ ബോർഡ് ചെയ്യിപ്പിച്ച് ഒരു കമ്പനിയിൽ റെഡിയാക്കി കൊടുത്തു. ഇനി ആ പറയുന്ന വ്യക്തിക്ക് ട്രെയിനിങ്ങിൻ്റെയും ഡെവലപ്മെൻറ്റിൻ്റെയും ആവശ്യമൊക്കെ ഉണ്ടോയെന്ന് മനസ്സിലാക്കി പെർഫോമൻസ് നോക്കി ട്രെയിനിങ് ഡെവലപ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട ഒരു മെയിനായിട്ടുള്ള ജോലി ചെയ്യുന്ന ഒരു ജോബ് റോളാണ് ഇത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫീസർ. എന്തൊക്കെയാണ്? ഐഡൻറ്റിഫൈയിങ് ദ സ്കിൽ ഗ്യാപ്സ്, ഡിസൈനിങ് ട്രെയിനിങ് പ്രോഗ്രാം, ഓർഗനൈസിങ് വർക്ക്ഷോപ്പ് സെമിനാർസ്, മോണിറ്ററിങ് ദ എംപ്ലോയി ഗ്രോത്ത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? പുതുതായിട്ട് ജോലിക്ക് കയറിയ ഒരു എംപ്ലോയിയുടെ വർക്ക് അയാളൊന്ന് നോക്കും, മോണിറ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവൻ എന്തെങ്കിലും ഈ ജോലി ചെയ്യുന്നതിന് പൂർണ്ണതയിലേക്ക് എത്താൻ ഇയാളെ എത്തിക്കാൻ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല ജോലി. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? ഇയാൾക്ക് ഏതെങ്കിലും ഒരു സ്കില്ല് ലാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ട ആളാരാണ്? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫീസറാണ്. അങ്ങനെ സ്കില്ല് കുറവുണ്ട്, ലാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു സ്കിൽ ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യണം. ആ സ്കിൽ ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ സ്കില്ല് അയാൾക്ക് നൽകി കൊടുക്കുന്ന രീതിയിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഡിസൈൻ ചെയ്യണം. എന്നിട്ട് വർക്ക്ഷോപ്സിലൂടെയും സെമിനാർസിലൂടെയും ട്രെയിനിങ് പ്രോഗ്രാംസിലൂടെയും ആ എംപ്ലോയിയുടെ അത്തരത്തിലുള്ളൊരു സ്കില്ല് പ്രശ്നമുണ്ടെങ്കിൽ ആ സ്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന രീതിയിൽ ട്രെയിനിങ് പ്രോഗ്രാംസ് നൽകുകയും വർക്ക്ഷോപ്സും സെമിനാർസും ഒക്കെ നടത്തുകയും ചെയ്യേണ്ട ആളാണ് ഈ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫീസർ. എന്നിട്ട് ആ ട്രെയിനിങ്ങും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷം ആ എംപ്ലോയിയുടെ കൃത്യമായിട്ടുള്ള മാറ്റങ്ങളും ഗ്രോത്തും മോണിറ്റർ ചെയ്യേണ്ട വ്യക്തിയും കൂടിയാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫീസർ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു എംപ്ലോയിയുമായിട്ട് വളരെ അടുത്ത് ഒരു റിലേഷൻ കീപ്പ് ചെയ്യേണ്ട ആളാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫീസർ. കാരണം ആ എംപ്ലോയിയുടെ പെർഫോമൻസ് നോക്കിയിട്ട് അവൻ്റെ കുറവ് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് ആ കുറവ് നികത്തുന്ന രീതിയിലുള്ളൊരു ട്രെയിനിങ് പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് അവനെ അതിലൂടെ കടത്തിവിട്ട് അവൻ്റെ ആ സ്കില്ല് ഗ്യാപ്പ് ഒഴിവാക്കിക്കൊണ്ട് അവനെ ഒരു ഗ്രോത്തിലേക്ക് എത്തിക്കുന്ന ഒരു മേജർ റോൾ വഹിക്കുന്ന ആളാണ് ആര്? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫീസർ. അടുത്തത് ദ കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ്സ് മാനേജർ. ഞാൻ സൂചിപ്പിച്ചു, കോമ്പൻസേഷൻ എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് നഷ്ടപരിഹാരം. അത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഒരു ഏരിയയിലാണ് കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം. HRMൽ കോമ്പൻസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് റെമ്യൂണറേഷനാണ്. ഒരു ജോലി ചെയ്തതിന് പകരം നമ്മൾ നൽകുന്നത് എന്തോ അതിനെയാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അത് റെമ്യൂണറേഷനാണ്. അത് ദിവസക്കൂലി, വേജ് ആകാം, അല്ലെങ്കിൽ സാലറി ആകാം, അങ്ങനെയുള്ളതൊക്കെയാണ് ഈ കോമ്പൻസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ്സ് മാനേജറിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്തൊക്കെയാണ്? അത് പ്രധാനമായിട്ടും ഈ റെമ്യൂണറേഷൻ എങ്ങനെ ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു തൊഴിലാളിക്ക് ബെനിഫിറ്റ്സ് എങ്ങനെ കൊടുക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? എല്ലാ ജോബ് റോൾസിനും ഒരേ ശമ്പളമാണോ? അല്ല.
ഓരോ ജോബ് റോൾസും അതിൻ്റെ റിസ്ക് എന്താണ്, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി ഓരോ ജോബ് റോൾസിനും സാലറിയുടെ ഒരു കൃത്യമായിട്ട് സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്ന ആളാണ് ആര്, ഈ കോമ്പൻസേഷൻ മാനേജർ. ഓരോ ജോബ് റോൾസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണ് വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേ സ്കെയിൽ, സാലറി സ്ട്രക്ചർ വേണം. അപ്പോൾ ആ ജോലിയുടെ കാഠിന്യം മനസ്സിലാക്കിയിട്ട് ആ കാഠിന്യത്തിനനുസരിച്ച് ആ ജോലിക്ക് ശമ്പളം സ്കെയിൽ നിശ്ചയിക്കുന്ന, ഡിസൈൻ ചെയ്യുന്ന വ്യക്തിയാണ്. അതൊരു പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റിയാണ് ഇദ്ദേഹത്തിൻ്റേത്. പിന്നെ മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ്, ശമ്പളമല്ലാതെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില അഡീഷണൽ ബെനിഫിറ്റ്സ് ഒക്കെ കൊടുക്കുക. അത് ചിലപ്പോൾ ഒരു വർഷത്തിൽ കൊടുക്കുന്ന ഒരു ഫാമിലി ടൂറാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും അലവൻസുകളാകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ക്യാബ് ഫെസിലിറ്റി ആകാം, ഹൗസിംഗ് ഫെസിലിറ്റി ആകാം. അങ്ങനെ അഡീഷണൽ ബെനിഫിറ്റ്സ് അത് മാനേജ് ചെയ്യുന്നതും ഈ കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ് മാനേജറാണ്. പിന്നെ ഇടയ്ക്ക് കണ്ടക്ടിങ് സാലറി സർവേസ്, ജീവിത ചെലവുകൾ ഓരോ വർഷം കഴിഞ്ഞും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എംപ്ലോയീസിൻ്റെ ഇടയിലും അല്ലെങ്കിൽ കമ്പനിയുടെ പുറത്തുമൊക്കെ ഒരു സർവേ നടത്തി നോക്കുക. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന സാലറി തൃപ്തികരമാണോ, അതോ ഇനി കൂടേണ്ടതുണ്ടോ എന്നൊക്കെയുള്ളത് രീതിയിലൊരു പ്രോപ്പറായിട്ട് സർവേ നടത്തി സാലറി സ്ട്രക്ചർ ഇടയ്ക്കിടയ്ക്ക് വ്യത്യാസം വരുത്തേണ്ട പ്രധാനപ്പെട്ട ജോലി ഈ കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ് മാനേജറിൻ്റെയാണ്. പിന്നെ എൻഷുറിങ് ലീഗൽ കോംപ്ലയൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നിയമപരമായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. എന്ത് പ്രശ്നമില്ല എന്ന്, കൃത്യമായിട്ടുള്ള ശമ്പളം, ചെയ്യുന്ന ജോലിക്ക് തത്തുല്യമായിട്ടുള്ള ശമ്പളം നാട്ടിൽ നടപ്പുള്ള രീതിയിൽ ഒരു തൊഴിലാളിക്ക് പരിരക്ഷ ലഭിക്കുന്ന രീതിയിലുള്ള ശമ്പളം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഒരിക്കലും തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ കുറവ് ശമ്പളമായിരിക്കരുത് കൊടുക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്, ഈ കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ്സ് മാനേജറാണ്. ഇനി പറയുന്നത് എംപ്ലോയി റിലേഷൻസ് ഓഫീസറാണ്. ഇത് പ്രധാനമായിട്ടും എന്താണ്, എംപ്ലോയി ആയിട്ട് നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഓഫീസർ അല്ലേ. അപ്പോൾ എംപ്ലോയിക്ക് എന്തെങ്കിലും പരാതികളോ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ കമ്പനിയിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അത് പരിഹരിക്കേണ്ട ആൾ, അതാണ് ഈ എംപ്ലോയി റിലേഷൻസ് ഓഫീസർ. എന്തൊക്കെയാണ്, ഹാൻഡിലിംഗ് എംപ്ലോയി ഗ്രീവൻസസ് ആൻഡ് കംപ്ലയിൻസ്. ഗ്രീവൻസസ് എന്ന് പറഞ്ഞാൽ പരാതികൾ, ഈ പരാതികൾക്ക് പരിഹാരമൊക്കെ ഉണ്ടാക്കുക. കംപ്ലയിൻസും പരാതികളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ആ പരാതികൾ സ്വീകരിക്കുകയും അതിന് പരിഹാരം കണ്ടെത്തേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഇദ്ദേഹത്തിനുണ്ട്. പ്രൊമോട്ടിംഗ് പോസിറ്റീവ് വർക്ക് കൾച്ചർ ആൻഡ് എംപ്ലോയി എൻഗേജ്മെൻറ്റ്, എല്ലാ തൊഴിലാളികൾക്കും ഒരേ രീതിയിലുള്ള കമ്പനിയിൽ ഒരു പ്രാതിനിധ്യം കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. പോസിറ്റീവായിട്ടുള്ള ഒരു വർക്ക് കൾച്ചർ ഒരു ഫേമിൽ ഉണ്ടാക്കിയെടുക്കുക. തൊഴിലാളികൾ തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക. തൊഴിലാളികളും മേൽ ഉദ്യോഗസ്ഥരും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് എംപ്ലോയി റിലേഷൻ ഓഫീസർ. പിന്നെ എന്താണ്, എൻഷുറിങ് കംപ്ലയൻസ് വിത്ത് ലേബർ ലോസ് ആൻഡ് കമ്പനി പോളിസീസ്. കമ്പനിയുടെ നിയമങ്ങൾ എല്ലാവരും പാലിച്ചുകൊണ്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ തൊഴിലാളി നിയമങ്ങളൊക്കെ അനുസരിച്ച് ആണ് നമ്മുടെ കമ്പനിയിൽ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്, തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെടുന്നില്ല. ഇതൊക്കെ ഉറപ്പുവരുത്തേണ്ട ഒരാളാണ് എംപ്ലോയി റിലേഷൻ ഓഫീസർ. പിന്നെ എന്താണ്, മാനേജിങ് ഡിസിപ്ലിനറി ആക്ഷൻസ് ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എതിർപ്പുകൾ ഉണ്ടാകുമ്പോൾ ഫേമിനകത്ത് ചിലപ്പോൾ മാനേജ്മെൻറ്റിനെതിരെ തൊഴിലാളികൾക്ക് എതിർപ്പുണ്ടാവും, അല്ലെങ്കിൽ തൊഴിലാളികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർപ്പുണ്ടാവും. ഈ എതിർപ്പുകൾക്ക് റെസൊല്യൂഷൻ, പരിഹാരം കണ്ടെത്തുന്ന ആൾ. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ടോപ്പ് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളും കൂടിയാണ് ആര്, എംപ്ലോയി റിലേഷൻസ് ഓഫീസർ. കണ്ടക്ടിങ് എക്സിറ്റ് ഇൻ്റർവ്യൂസ് ആൻഡ് അനലൈസിങ് ടേൺ ഓവർ ട്രെൻഡ്സ്. ഒരു തൊഴിലാളി ആ ഫേം വിട്ട് പോകുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് പോകാം. ആ തൊഴിലാളിയെ നമ്മൾ പറഞ്ഞു വിടുന്നതാകാം, അല്ലെങ്കിൽ ആ തൊഴിലാളിക്ക് മറ്റൊരു നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടിപ്പോകുന്നതാകാം. രണ്ട് കേസിലാണെങ്കിലും ഒരു ആൾ എക്സിറ്റ് ആകുമ്പോൾ, ഒരു തൊഴിലാളി പോകുമ്പോൾ ആ തൊഴിലാളിയോ ഒരു ഇൻ്റർവ്യൂ നടത്തണം. എന്തിനാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് പോകുന്നത്, ഞങ്ങൾ പിരിച്ചു വിട്ടത് കൊണ്ടാണോ നിങ്ങൾ പോകുന്നത്, അതോ നിങ്ങൾക്ക് മെച്ചമായ എന്തെങ്കിലും സാഹചര്യം കിട്ടിയത് കൊണ്ടാണോ നിങ്ങൾ പോകുന്നത്, അതോ ഈ ഫേമിൽ എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടാണോ നിങ്ങൾ പോകുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എക്സിറ്റ് ഇൻ്റർവ്യൂ നടത്തുന്ന ആളാണ് എംപ്ലോയി റിലേഷൻഷിപ്പ് ഓഫീസർ. ഓക്കെ, അങ്ങനെ ഈ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ തൊഴിലാളികളും ഓരോ വർഷവും നമ്മുടെ ഫേമിൽ നിന്ന് വിട്ടുപോകുന്ന തൊഴിലാളികളുടെ ഒരെണ്ണത്തെയാണ് ടേൺ ഓവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കേണ്ട, ട്രെൻഡ് മനസ്സിലാക്കേണ്ട ആൾ കൂടിയാണ് ആര്, എംപ്ലോയി റിലേഷൻസ് ഓഫീസർ. ഇനി പറയുന്നത് HR അനലിസ്റ്റ് എന്നുള്ളതാണ്. HR അനലിസ്റ്റ് എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, കൃത്യമായിട്ട് അനലിസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഡാറ്റ കളക്ട് ചെയ്യുക. ആ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അത് അനലൈസ് ചെയ്തിട്ട് ചില ഫൈൻഡിങ്സിലെത്തുന്ന ആളാണ് അനലിസ്റ്റുകൾ എന്നുകൊണ്ട്. ഡാറ്റ കളക്ട് ചെയ്യുക, അത് അനലൈസ് ചെയ്യുക, ഫൈൻഡിങ്സിലെത്തുന്ന ആൾ. അപ്പോൾ എന്താണ് പ്രധാനപ്പെട്ട കളക്ടിങ് ആൻഡ് അനലൈസിങ് HR ഡാറ്റ കളക്ട് ചെയ്യുക, അനലൈസ് ചെയ്യുക. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഡാറ്റ കളക്ട് ചെയ്യുക, തൊഴിലാളികളുടെ പെർഫോമൻസുമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുക, തൊഴിലാളികൾ കമ്പനിയിൽ നിന്ന് വിട്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട ഡാറ്റ കളക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക.
ഇങ്ങനെ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ടോപ്പ് മാനേജ്മെൻറ്റിന് HR ഡിസിഷൻ എടുക്കാൻ എളുപ്പമായിരിക്കും. റിക്രൂട്ട്മെൻറ്റിന് ഇത്ര പേര് സാധാരണഗതി നമുക്ക് അപേക്ഷിക്കാറുണ്ട്. പെർഫോമൻസ് നമ്മുടെ തൊഴിലാളികളുടെ ഏറെക്കുറെയുള്ള പെർഫോമൻസ് അനലൈസ് ചെയ്തിട്ട് ഇതാണ് ഇത്രയധികം തൊഴിലാളികൾ നമ്മുടെ കമ്പനിയിൽ നിന്ന് വിട്ടുപോകാറുണ്ട്. ഇങ്ങനെയുള്ള ഡാറ്റ അനലൈസ് ചെയ്ത് ടോപ്പ് മാനേജ്മെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിങ്ങിന് അത് ഹെൽപ്ഫുള്ളാകും. പിന്നെ ഇങ്ങനെയുള്ള ഡാറ്റ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നിലവിലുള്ള HR ട്രെൻഡുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു കമ്പനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മുൻകൂട്ടി കമ്പനിയുടെ HR റിലേറ്റഡ് ആയിട്ടുള്ള നീഡ്സ് മുൻകൂട്ടി ഫോർകാസ്റ്റ് ചെയ്യാനുള്ള എളുപ്പമാവും. അതുപോലെ എന്താണ് സപ്പോർട്ടിങ് ഡാറ്റ ഡ്രിവൻ പോളിസി ആൻഡ് പ്രോസസ് ഇംപ്രൂവ്മെൻറ്റ്സ്. നമ്മുടെ ഫേമിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യാനും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുവാനും HR അനലിസ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹെൽപ്പ് ഫേംസ് എല്ലാവരും ചൂസ് ചെയ്യുന്നതെന്നാണ്. കൊളാബറേറ്റിംഗ് വിത്ത് അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ടു ഇംപ്രൂവ് ഓർഗനൈസേഷണൽ പെർഫോമൻസസ്. HR ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, ഫിനാൻസ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, ഓപ്പറേഷൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള പല ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും അതിലൂടെ കൃത്യമായിട്ടുള്ള ഇൻപുട്ടുകളിലൂടെ ഒരു ഫേമിന് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ട പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് HR അനലിസ്റ്റുകൾ. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് ഒരു പ്രധാനപ്പെട്ട ജോബ് റോൾസ് അല്ലെങ്കിൽ ജോബ്സ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിലെ രണ്ടാമത്തെ പാർട്ടാണ്. വാട്ട് ഓൾ ആർ ദ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സസ് ദാറ്റ് അഫക്ട്സ് HRM. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫോഴ്സസ് എന്തൊക്കെയാണ്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സസ് എന്തൊക്കെയാണ്. കാരണം ഈ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫേമിലൊരു HR ഡിസിഷൻ എടുക്കാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം ഓരോ ഫേമിനെയും അഫക്റ്റ് ചെയ്യുന്ന ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഉണ്ടാകും, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ടാകും. ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു HR പോളിസി അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ. എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത്, കാരണം നമുക്ക് ഗ്രൗണ്ട് മനസ്സിലാക്കിയിട്ട് വേണമല്ലോ നമ്മൾ തീരുമാനിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. എല്ലായിടത്തും ഒരേ സ്ട്രാറ്റജി വർക്കൗട്ട് ആയിക്കോണമെന്നില്ല. അപ്പോൾ ഒരു ഫേമിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം HR റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇൻറ്റേർണൽ ഫോഴ്സസ് ഇൻ HRM? ഒന്നാമത് വരുന്നതാണ് ഓർഗനൈസേഷണൽ കൾച്ചർ. സെക്കൻഡ് വൺ ഈസ് കമ്പനി പോളിസീസ്. തേർഡ് വൺ മാനേജ്മെൻറ്റ് സ്റ്റൈൽ. ഫോർത്ത് വൺ എംപ്ലോയി റിലേഷൻസ്. ഫിഫ്ത്ത് വൺ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കമ്പനി. ഇതൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം കമ്പനിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. ആ കമ്പനിയുടെ കൾച്ചർ കമ്പനിയുടെ ഉള്ളിൽ നിൽക്കുന്ന കാര്യമാണ്. കമ്പനിയിലെ പോളിസീസ് കമ്പനിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. ആ കമ്പനിയിലെ മാനേജ്മെൻറ്റ് ലീഡർഷിപ്പ് സ്റ്റൈല് കമ്പനിയുടെ മാത്രം കാര്യങ്ങളാണ്. എംപ്ലോയി റിലേഷൻസ് ആ കമ്പനിയിലെ തൊഴിലാളികളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധമാണ്. ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കമ്പനി പ്യുവർലി ആ കമ്പനിയുടെ കാര്യം തന്നെയാണ്. അതേസമയം എക്സ്റ്റേണൽ ഫോഴ്സസ് നോക്കിക്കേ, ലീഗൽ ആൻഡ് റെഗുലേറ്ററി എൻവയോൺമെൻറ്റ് ആ കമ്പനിയുടെ മാത്രമല്ല, കമ്പനിയുടെ പുറത്തും തൊഴിലാളികളും തൊഴിൽ വേതനവുമായി ബന്ധപ്പെട്ട ആ രാജ്യത്തിലെ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിലെ നിയമങ്ങൾ അത് പുറത്തുള്ള കാര്യമാണ്. ടെക്നോളജിക്കൽ ചേഞ്ചസ് ഹാപ്പനിങ്, പല രീതിയിലുള്ള ടെക്നോളജിക്കൽ ചേഞ്ചസും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഫേമിനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ കമ്പനിയിലും വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ദിസ് ഇസ് ഔട്ട്സൈഡ് ദ കമ്പനി. എക്കണോമിക് കണ്ടീഷൻസ് നമുക്കറിയാം. ഇപ്പം കോവിഡൊക്കെ വന്നപ്പം മൊത്തത്തിൽ എന്താണ് എക്കണോമിക്കലി നമ്മൾ വളരെ പുറകോട്ട് പോയ സമയമാണ്. അപ്പോൾ അതെന്താണ് ഒരു കമ്പനിയെ മാത്രം ഉള്ളിൽ നിൽക്കുന്ന കാര്യമാണോ, കമ്പനിയുടെ പുറത്തുള്ള കാര്യങ്ങളാണ്. ലേബർ മാർക്കറ്റ് ട്രെൻഡ് കോവിഡ് സമയത്തും അതേപോലെ കോവിഡ് സമയത്തൊക്കെ ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെട്ടു അല്ലേ, കമ്പനികൾ കട്ട് ഷോട്ട് ചെയ്യാൻ തീരുമാനിച്ചു തൊഴിലാളികളെ. അപ്പോൾ അതൊക്കെ എന്താണ് ലേബർ മാർക്കറ്റ് ട്രെൻഡ് തന്നെ വളരെ പുറകിലോട്ട് പോയ സമയമാണ്. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് ചിലപ്പോൾ എന്താണ് ചില കമ്പനികളുടെ ആ ഇരിക്കുന്ന സ്ഥലങ്ങളിലെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് ആ കമ്പനിയുടെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്ന വിഷയങ്ങളായിട്ടൊക്കെ വരും. അപ്പോൾ ഇതൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ എന്താണ് ദ ഫോഴ്സസ് ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ദ കമ്പനി, അങ്ങനെയുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിളൊക്കെ നോക്കുകയാണെങ്കിൽ നോക്കിക്കേ, ഇൻറ്റേർണൽ ഫോഴ്സസിൻ്റെ എക്സാമ്പിൾ നോക്കിക്കേ. എ കമ്പനി പോളിസി ഓഫ് പ്രൊമോട്ടിങ് ഫ്രം വിത്തിൻ ദ കമ്പനി. ചില കമ്പനികൾ എന്താണ് ആ ഒരു കമ്പനിയുടെ കൾച്ചർ അതാണ്, എന്താണ് ആ കമ്പനിയിൽ ഒഴിവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയിലുള്ള ആൾക്കാരെ തന്നെ പ്രൊമോഷൻ കൊടുത്ത് ആ പോസ്റ്റിലെ ഫില്ല് ചെയ്യും, പുറത്തുനിന്ന് ആരെയും എടുക്കുന്നില്ല. അങ്ങനെ ഒരു കമ്പനി കൾച്ചർ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അവരുടെ HRM പോളിസി അതിനനുസരിച്ച് വേണ്ടേ സെറ്റ് ചെയ്യാൻ. സാധാരണഗതിയിൽ ആ കമ്പനിയുടെ കൾച്ചർ എന്താ, ഒരു ഒഴിവ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒഴിവ് ഫില്ല് ചെയ്യാൻ ഒരാളെ പ്രൊമോഷൻ കൊടുത്ത് ആ ഒഴിവ് ഫില്ല് ചെയ്യും, പുറത്തുനിന്ന് ആളെ എടുക്കുന്നില്ല. ഈ രീതിയിലുള്ളത് എന്താ ഒരു HRMൻ്റെ
ഇൻറ്റേർണൽ ആയിട്ടുള്ള തീരുമാനം ഓർഗനൈസേഷൻ കൾച്ചറിൻ്റെ ഭാഗമാണ്. അത് HRMൻ്റെ മൊത്തത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനെ ബാധിക്കുമല്ലോ. അതേപോലെ ഫ്രണ്ട്ലി വർക്ക് കൾച്ചർ എൻകറേജിങ് റിട്ടൻഷൻ. തൊഴിലാളികളൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മേലുദ്യോഗസ്ഥരും ഒക്കെ വളരെ ഫ്രണ്ട്ലിയാണ് അപ്രോച്ച് ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും എന്താണ് റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു റീറ്റെയിൻ ചെയ്യുക, തൊഴിലാളികൾ കൊഴിഞ്ഞു പോകാതെ റീറ്റെയിൻ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഓർഗനൈസേഷണൽ കൾച്ചറാണത്. അപ്പോൾ ഓർഗനൈസേഷൻ കൾച്ചർ ഡെഫിനറ്റ്ലി എന്താണ് HR ഡിസിഷൻസിനെ അഫക്റ്റ് ചെയ്യും. പിന്നെ എന്താണ് ബഡ്ജറ്റ് കട്ട്സ് അഫക്റ്റിംഗ് ഹയറിംഗ് ഡിസിഷൻ. റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും ഒന്നും ചിലപ്പോൾ എല്ലാ വർഷവും ഉണ്ടായിക്കോണമെന്നില്ല. കാരണം എന്താണ്, ബഡ്ജറ്റ് കട്ട് ചെയ്യുന്നു. ബഡ്ജറ്റ് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ആ കമ്പനിയുടെ ഉള്ളിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നതിൻ്റെ ഭാഗമായിട്ട് പണം കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ ചെലവ് ചുരുക്കൽ ആ കമ്പനിയുടെ ഉള്ളിൽ തന്നെ നടപ്പിലാക്കും. ചെലവ് ചുരുക്കൽ നടപ്പിലാക്കുമ്പോൾ എന്താ, പുതുതായിട്ട് തൊഴിലാളികളെ എടുക്കുന്നതൊക്കെ ചിലപ്പോൾ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കമ്പനിയിലുണ്ടായ ഫിനാൻഷ്യൽ ലോസ് കൊണ്ട് ചെലവ് ചുരുക്കാൻ നിർബന്ധിതമായ സാഹചര്യം വരുന്ന സാഹചര്യത്തിൽ അത് HRM ഡിസിഷനെ ബാധിക്കുന്നത് കണ്ടോ. അപ്പോൾ ഒരു കമ്പനിയുടെ ഇൻറ്റേർണൽ ഫോഴ്സസ് ഒക്കെ എന്താണ് HRM ഡിസിഷൻസിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതിൻ്റെ എക്സാമ്പിൾസാണ് നമ്മൾ കണ്ടത്. ഇനി ചില കാര്യങ്ങൾ കമ്പനിയുടെ പുറത്തുള്ള കാര്യങ്ങളാണ്, അതും HRM ഡിസിഷൻസിനെ അഫക്റ്റ് ചെയ്യും. പ്രധാനമായിട്ടും ന്യൂ ലേബർ ലോസ് റിക്വയറിംഗ് മെറ്റേണിറ്റി ബെനിഫിറ്റ്സ്. എല്ലാ കമ്പനികളിലും സർക്കാർ ജോലികളിലുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ തൊഴിലാളികൾ, സ്ത്രീകൾ ഗർഭകാല അവധി 6 മാസമുണ്ട്. അതേസമയം പ്രൈവറ്റ് ഫേമുകളിൽ ചിലപ്പോൾ അങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് നിയമം വന്നത്, എന്താ, എല്ലാ പ്രൈവറ്റ് ഫേംസിലാണെങ്കിൽ പോലും മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് കൊടുക്കണം എന്നുള്ള നിയമം പാസ്സായി. അപ്പോൾ അങ്ങനെ ഒരു നിയമം പാസ്സായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് പ്രൈവറ്റ് കമ്പനികളുടെ ആയിക്കൊള്ളട്ടെ അവരുടെ HR ഡിസിഷൻസിനെ അഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറല്ലേ. ഗവൺമെൻറ് ലോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ HR ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. പിന്നെ എന്താണ്, ഇപ്പോൾ ഓട്ടോമേഷൻ ചേഞ്ചിങ് സ്കിൽ റിക്വയർമെൻറ്റ്സ്, AI അധികം അടക്കമുള്ള വലിയ വലിയ ടെക്നോളജിക്കൽ ചേഞ്ചസ് ഒരു കമ്പനിയുടെ പുറത്ത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള HR ഡിസിഷൻസ് ഒരു കമ്പനി എടുക്കാൻ നിർബന്ധിതരാവില്ലേ. കുറച്ചും കൂടി AI സാങ്കേതിക വിദ്യ അറിയുന്ന ആൾക്കാരെ എടുക്കാൻ നിർബന്ധിതരാകും. അല്ലെങ്കിൽ കുറേ പേരെ കട്ട് ഷോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത്രയും പേരുടെ ആവശ്യമില്ല, AI ഉപയോഗിച്ച് പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ കുറേ പേരെ വേണമെങ്കിൽ പിരിച്ചുവിടാവുന്നതേ ഉള്ളൂ, ചെലവ് ചുരുക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള തീരുമാനത്തിലേക്ക് കമ്പനികൾക്ക് പോകാൻ പറ്റുമല്ലോ. അതൊക്കെ HR ഡിസിഷൻസിനെ ബാധിക്കുന്നതാണ്. എന്ത്, ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഓട്ടോമേഷൻ വന്നതോടുകൂടി. എക്കണോമിക് ഡൗൺ ടേൺ ലീഡിങ് ടു ലേ ഓഫ് എന്ന് പറഞ്ഞാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത്. എക്കണോമിക് ആയിട്ട് നമ്മുടെ സാഹചര്യം തലകീഴ് മറിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ കോവിഡ് സമയത്ത് മൊത്തം നമ്മുടെ രാജ്യത്തിൽ എക്കണോമിക് ഡൗൺ ടേൺ ഉണ്ടായി. ആ സമയത്ത് എന്ത് സംഭവിച്ചു, കുറേ പേരുടെ ജോലി നഷ്ടപ്പെട്ടു. അതും HR ഡിസിഷൻസിനെ അഫക്റ്റ് ചെയ്തു. ഏത്, എക്കണോമിക് ആയിട്ട് നമ്മുടെ കമ്പനിയുടെ പുറത്ത് സംഭവിച്ച കോവിഡിൻ്റെ ഒരു വിഷയം കൊണ്ട് കമ്പനിയിലെ പല തീരുമാനങ്ങളും മാറ്റപ്പെട്ടു എന്നുള്ളത്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരു കമ്പനിയിലെ HR ഡിസിഷൻസ് എടുക്കണമെങ്കിൽ ആ HR ഡിസിഷൻസിനെ അഫക്റ്റ് ചെയ്യുന്നത് ആ കമ്പനിയിലുള്ള ചില സാഹചര്യങ്ങളും കമ്പനിയുടെ പുറത്തുള്ള ചില സാഹചര്യങ്ങളുമാണ്. അപ്പോൾ അത് എന്താണെന്നുള്ളത് നമ്മൾ എക്സാമ്പിൾസിലൂടെ കണ്ടു. അപ്പോൾ വെറുതെ അങ്ങോട്ടേക്ക് ഒരു HR ഡിസിഷൻ എടുക്കാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റില്ല. ആ എടുക്കുന്ന തീരുമാനങ്ങളെയും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന തീരുമാനങ്ങളെയും അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. കമ്പനിയുടെ ഉള്ളിൽ തന്നെയുള്ള ഫാക്ടേഴ്സ് ഇത്രയെണ്ണമുണ്ട്, കമ്പനിയുടെ പുറത്തുള്ള ഫാക്ടേഴ്സ് ഇത്രയുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക. സോ ഈ ഒരു യൂട്യൂബ് ട്യൂട്ടോറിയൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് ദ മേജർ റോൾസ് ഇൻ HRM, ജോബ് റോൾസ് ഇൻ HRM ആൻഡ് ദ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സസ് ദാറ്റ് അഫക്ട്സ് HRM എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.